നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ കേട്ടോ. കുറേ ദിവസമായി മസാല ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മസാല വയ്ക്കാമെന്ന് ശ്രീഹരിയൊക്കെ വന്നിട്ടുണ്ട്. അവൻ നല്ല ഇഷ്ടമാണ്. ശ്രീഹരിക്കും ഗോപനും ഒക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് മസാല ദോശ. അപ്പം അതങ്ങനെ ആയാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ദോശ ഉണ്ടാക്കാം, ഇത്തിരി മസാല ഉണ്ടാക്കല്ലേ വിടൂ. എല്ലാ സാധനവും സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ഇത്തിരി ഉരുളക്കിഴങ്ങ് എടുത്ത് മസാല ഉണ്ടാക്കാം കേട്ടോ. മസാല ദോശ ഉണ്ടാക്കാം. ഇന്ന് സ്പെഷ്യൽ മസാല ദോശയാണ് കേട്ടോ. അതെന്താണ്? അപ്പോൾ ടുഡേയ്സ് സ്പെഷ്യൽ മസാല ദോശയാണ് കേട്ടോ. ശ്രീഹരി വന്നിട്ടുണ്ട്, അതിൻ്റെ സ്പെഷ്യലാട്ടോ. ശ്രീഹരി വാ, മസാല ദോശ കഴിക്കാം. നീ കണ്ടോ, ഞാൻ സാധാരണ 3 ദോശയാണ് കഴിക്കാറ്. ഇന്ന് ഒന്നാമത്തെ മസാല, രണ്ടാമത്തെ സാധാ ദോശ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണാവാ ഈശ്വര, അതേ മസാല ദോശ തിന്നിട്ട് കാത്തിരിക്കണു. ഡിയർക്കം എത്ര വേണം? ഒരെണ്ണം മതിയാ? ഓക്കെ. പിന്നെ ചട്നി ഉണ്ട്. ചട്നി ഒഴിക്കട്ടെ അമ്മ? എൻ്റെ കുട്ടീനെ വന്നാൽ ഇതാക്കിയതാട്ടോ. ചട്നി പിന്നെ ചമ്മന്തി. ശരിക്ക് ഭയങ്കര സീനുണ്ട്. ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പറയും അമ്മമ്മയെ ആ പച്ച ചമ്മന്തി എനിക്ക് തരുമെന്ന് പറയും. പിന്നെ സാമ്പാറുണ്ട്. ശരി, സാമ്പാർ ഇഷ്ടമല്ലേ? അല്ലേ? യെസ്. വേണമെങ്കിൽ എടുക്കാട്ടോ, അമ്മയ്ക്കും കുറച്ചായിക്കോട്ടെ. എന്നാൽ സാമ്പാർ പൊടി കൂട്ടിയിട്ട് കഴിക്കാം. ആസ്വദിച്ച് കഴിക്കുന്നു. നല്ല എങ്ങനെയുണ്ട്? സൂപ്പർ. യെസ്. മറ്റേ സോഫ്റ്റ്വെയർ ഇല്ലേ എഡിറ്റിങ്ങിൻ്റെ, നമ്മമ്മയുടെ അതാക്കി കൂടെ വേണ്ട. കുട്ടി പറഞ്ഞിരുന്നേ അമ്മയ്ക്ക് ഞാൻ നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. വേണം സ്കൂൾ പോയിട്ടെ ഞാൻ വന്നിട്ട് അമ്മമ്മയ്ക്ക് എല്ലാ വീഡിയോയും ഞാൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ ലാപ്ടോപ്പിലാണേ. എന്തായാലും നോക്കൂട്ടാ, കുട്ടി എനിക്ക് ചെയ്ത് തരും. അല്ല മോനെ ഷുവർ? അടിച്ച് പറയെന്തെങ്കിലും. കുറേ നാളായിട്ട് മസാല ദോശ ഉണ്ടാക്കിയിട്ടല്ലേ രസകരം. യൂട്യൂബേഴ്സ് ഒക്കെ സംസാരിക്കണ്ടല്ലോ. സൈഫൊക്കെ പണ്ട് നോക്കും കാണിക്കാറില്ല. ഇപ്പോ കാണിക്കുന്നുണ്ടോ? അത് നാളായിട്ടാ ദോശ ഉണ്ടാക്കിട്ടെ. അപ്പം ഒന്നുകൂടി എന്താവാനാ? മസാല ദോശ നമ്മുടെ വാഷ് മെഷീനായിരുന്നു വീട്ടിൽ മുമ്പ് കണ്ടു. കഴിക്കാം. ശ്രീഹരി ശ്രീനന്ദി വന്നാണ്ടല്ലോ. ഇവിടെ ഒരു കൈ കഴുക്കുള്ളൂ അല്ലേ? അല്ലേ കണ്ണാ? അപ്പോഴുണ്ടല്ലോ ഇതാണ് അവരുടെ സ്ഥലം. സ്വിച്ച് അപ്പോൾ സ്വിച്ച് ഇട്ടാൽ അവിടെ ലൈറ്റ് കത്തി. ഇവിടെ നമുക്ക് നമ്മുടെ വാഷ് ബേസിനിൽ സുഖമായിട്ട് കഴുകാം. ഇനി കുറച്ചുകൂടി ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ മിററിലൊരു ലൈറ്റ്, നല്ല ഭംഗിയില്ലേ ഈ മിറർ കാണാൻ? സ്പെഷ്യൽ മിററാട്ടോ. ഒരു ലൈറ്റ് ഇടാം. ഇവിടെ ലൈറ്റ് ഇട്ടു. അപ്പോൾ എന്തുണ്ടായി? ഇത് അവിടെ നീല ലൈറ്റ് കത്തി. കണ്ടോ? ആ നീല ലൈറ്റ് എന്ത് ചെയ്യാം? ശരിയാ, എങ്ങനെ അതിന് തൊട്ട് നോക്കിയേ. ഡിം, കണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ഇത് ഞാൻ ഇത്ര ദിവസം കാണിച്ചിട്ടുണ്ടായില്ല കണ്ണ. ഇവ വന്നിട്ടാവാന്ന് വെച്ചു അല്ലേ? കുറേ നാളായിട്ടാണ് വെച്ചിട്ട്. പക്ഷെ ഞാൻ ഇന്നാണ് ഇതിനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. അപ്പം നമുക്കിത് ഓഫാക്കണേ. എന്ത് ചെയ്യാം? ഓഫാക്കി. യെസ്, ഇവിടെ ഓഫാക്കി അല്ലേ?
ഓഫാക്ക്. ഇനി അത് മാത്രം ഓൺ ചെയ്ത് നോക്കി ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ലൈറ്റ്. ഇവിടെയാണ് കുട്ടികളെ കഴുകുക. യെസ്. മസാല ദോശയൊക്കെ കഴിച്ചു, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമുക്ക് രാവിലത്തെ പരിപാടികൾ അവിയലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കുമ്പളങ്ങയുണ്ട്, കായുണ്ട്, പയറുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ കുറച്ച് ചീര പൊട്ടിക്കാട്ടോ. അവിടെ ചീര നിൽക്കുന്നുണ്ട് മുറ്റത്ത്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇടാം നമുക്ക്. അങ്ങനെ ഒരു അവിയൽ വെക്കാം. പിന്നെ ആ ചീരയോടെ ഒരു ഉപ്പേരി വെക്കാം. നല്ല ഫ്രഷ് ചീരയല്ലേ. പിന്നെ നമുക്ക് ഇന്നൊരു പായസം കൂടി വെച്ചാലോ. പിള്ളേർ വന്നതല്ലേ. സുന്ദരി ഇല്ല കേട്ടോ, അത് വരികയാണെങ്കിൽ എടുത്തു വയ്ക്കാം. എന്തായാലും ശ്രീഹരി എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പോൾ ഒരു സന്തോഷം. പായസം ഉണ്ടാക്കാം. എന്താ സേമിയ ഇരിക്കണ്ടേ, ഉണ്ടാക്കാം കേട്ടോ. ചീര ഇഷ്ടം പോലെ മുളച്ചിട്ടുണ്ട്. നമ്മളുടെ ചെടിത്തോട്ടം കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, നീട്ടി വെച്ചു, കുറച്ചും കൂടി ദൂരത്തേക്ക് വർദ്ധിപ്പിച്ചു കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം വന്നു. നനച്ചപ്പോൾ നിറയെ പുല്ലായി. നമ്മൾ വെച്ച പുല്ല് കാണാനേ ഇല്ല. കറിയണ കുട്ടികളെ എന്തേ എത്രണ്ണ? എന്താ കുഞ്ഞുണ്ടാവോ? എല്ലാവരും എന്ത് പറ്റി? എന്താ പ്രശ്നം ഉണ്ടല്ലോ അവിടെ? കുഞ്ഞു ഭാവി ഉണ്ടായിണ്ടാവോ അതിൻ്റെ ഉള്ളിൽ? ആ കൂടുണ്ടോ അവിടെ? അവിടെ കൂടുണ്ട്, കുഞ്ഞുണ്ടാവും. അതിന് എല്ലാവരും കൊണ്ട് കാണാവുന്നതാവും. ആ ചീര പറിക്കാം നമുക്ക്. ആദ്യം പറിക്കാം. നിറച്ച് ചീരയുണ്ട് കണ്ടോ. പുല്ലുണ്ട്, ചീരയുണ്ട്. കട പറിച്ചെടുക്കാം. ഞാൻ അത് നിർത്തിയത് പറിക്കണ്ടേ വേണ്ടേ. മുറിച്ചെടുക്കണമെങ്കിൽ നല്ലോണം പൊട്ടിച്ചനച്ചുണ്ടാവും. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പച്ചോളം പറഞ്ഞില്ല, വലുതൊക്കെ പറഞ്ഞോളാം. എന്നിട്ട് വേറെ കുട്ടികളുണ്ട്. ചീരയുടെയും അവിയലിൻ്റെ ഒക്കെ പണി കഴിഞ്ഞു. നമുക്കിനി പായസം വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ വറുക്കാം. മുന്തിരിങ്ങ വറുത്തെടുക്കാം. ഇതിലിട്ടോളൂ കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ സേമിയ. റോസ്റ്റഡ് സേമിയ തന്നെയാണ്, എന്നാലൊന്ന് ചൂടാക്കാം നമുക്ക് കേട്ടോ. ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട്, മുന്തിരിങ്ങ വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ സേമിയായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. റോസ്റ്റഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കാം. ഈ നെയ്യൊക്കെ അതിമേ ആയിക്കോട്ടെ. മാവ് മുന്തിരിങ്ങ നല്ല ചുവന്ന കളറായിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിടാം. ഇടട്ടെ, ഒത്തിരി നേരം ഇളക്കിക്കോളൂ. അപ്പോൾ ചൂടായിക്കോട്ടെ.
വെറുവായിട്ടുള്ള സേമിയ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വയ്ക്കാം. ഇനി പാല് ഈ പാത്രത്തിൽ ഈ പോണിയിൽ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഓഫ് മിൽക്ക് 3 ലിറ്റർ മിൽക്ക് ബോയിൽ ചെയ്യാം. വെൻ ഇറ്റ് ബോയിൽസ് ആഡ് റോസ്റ്റഡ് വെർമിസെല്ലി ആൻഡ് 350 ഗ്രാം ഓഫ് ഷുഗർ. 350 ഷുഗർ ഇടണം. പാല് 3 ലിറ്ററാണ് നമ്മൾ. കുക്ക് ഫോർ 15 മിനിറ്റ്സ്. ആഡ് കാർഡമൺ പൗഡർ, റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് and raisins. Serve hot or chilled. ഇത് ഏലക്കായാണ് കേട്ടോ. ഒരു 5-10 ഏലക്കായ ഉണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് പഞ്ചസാരയിലിട്ട് പൊടിക്കാം. തൊണ്ട് കളയാം. തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം ഈ പാത്രത്തിലേക്ക് എടുത്തിട്ട് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിക്കാം. പാല് നന്നായിട്ട് തിളച്ചു. അപ്പോൾ സേമിയ നമുക്കതിലേക്ക് ഇടാം. സേമിയ ഫുള്ളും ഇട്ടു. നന്നായിട്ട് ഇളക്കുക. കുറേ നേരം ഇളക്കി ഈ സേമിയ ഈ പാലിൽ കിടന്നിട്ട് വേവണം അല്ലേ? സേമിയ വെന്തിട്ട് പഞ്ചസാര ഇടാം. ഏലക്കായും പഞ്ചസാരയും കൂട്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം കേട്ടോ. ഇത് തന്നെ കല്ലിലിട്ട് പൊടിക്കാൻ പറ്റണില്ല. അത് ലാസ്റ്റ് ഒരു പോലോ എണ്ണം പറ്റിയാലേ കട്ട കൊടുത്ത് ഒക്കെ ഓടാം. കുറച്ച് അരിയുമ്പത്തി വെള്ളം ഉണ്ടാവും. കുറച്ച് നേരം കൂടി ഇളക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയട്ടെ. ഒരു 5-6 മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ അലിയുമ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ചതിടാം, മുന്തിരിങ്ങ ഇടാം. നല്ല മധുരം.
ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ, ഇത് ഇട്ടേക്ക് 2 സ്പൂൺ ഇടാം. പിന്നെ സ്വാദ് നോക്കിയിട്ട്, പിന്നെ മധുരം നന്നായിട്ടുണ്ട്, അധികം ഇടണ്ട അല്ലേ. മുന്തിരിങ്ങ വറുത്തതും ഇട്ടു. മുന്തിരിങ്ങ പണി കഴിഞ്ഞു കേട്ടോ. ഇതാ നിർത്താൻ പോവാണ്. ഓഫാക്കി. ഫിനിഷ്ഡ്. ചൂടാറട്ടെ. ചൂടാറി ആണ്ടി 4 പാത്രത്തിലേക്ക് പകർത്തി. ചൂടാറിയപ്പോൾ ഇത്തിരി പാല് കുറഞ്ഞു കൂട്ടാ, വെള്ളം കുറഞ്ഞത് കണ്ടോ. നിങ്ങളെടുത്തോളൂ കേട്ടാ. എല്ലാവരും വരൂ, എല്ലാവരും വരൂ, തരാം. ഞാൻ കൊടുക്കട്ടെ. ഒരാൾക്ക് പണി കുറവുണ്ട്, കൊടുക്കാം. എന്താ ചൂട് അല്ലേ ഭഗവാനേ, ചൂട്ടട്ടെ. വരൂ വരൂ. ഇതാ അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി നമ്മൾ അല്ലേ. കുട്ടികൾ നമ്മളിലെ കൂടുതൽ ഇഷ്ടമുണ്ടാവുക. 2 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് ഒരു ചെറിയ പായസം വെച്ചു. അതിൽ ഏലക്കായ എവിടെ ഉണ്ടായിരുന്നു, ആ ഏലക്കായ ഞാൻ ഇത്തിരി പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചു. പിന്നെ കശുവണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ കശുവണ്ടി വീണ് തുടങ്ങിയിട്ടുണ്ട് പറമ്പിലേ, അതെടുത്ത് കുറച്ച് ചുട്ടെടുത്തു കേട്ടോ. ദേശം ചുട്ടെടുത്തു. അപ്പോൾ ചുട്ട കശുവണ്ടിയാണ് ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഏലക്കായ, പിന്നെ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പായസം വെച്ചു കൊടുത്തു വിട്ട് എല്ലാവർക്കും. അപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ.